മഫ്ഊലുകളുടെ അവസാനത്തെ ഇനമായ അൽ മഫ്ഊൽ ഫീഹി നമുക്കിന്ന് പരിചയപ്പെടാം. ഈ മഫ്ഊലിൻ്റെ പേരു പോലെ തന്നെ ഫീ അഥവാ ഇൽ എന്ന അർത്ഥം സർവ്വസാധാരണമായി ഉൾക്കൊള്ളുന്ന സമയത്തിൻ്റെയോ സ്ഥലത്തിൻ്റെയോ നാമമാകുന്നു അൽ മഫ്ഊൽ ഫീഹി. ഈ മഫ്ഊലിനെ ലർഫ് എന്നും പറയാറുണ്ട്. ചില ഉദാഹരണങ്ങളെ പരിശോധിക്കാം. ജലസ്തു അമാമൽ മിസ്ബാഹി, ഞാൻ വിളക്കിന് മുൻപിൽ ഇരുന്നു. ഇവിടെ അമാമ എന്ന പദത്തെ പരിശോധിക്കാം. മുൻപിൽ, വിളക്കിനു മുൻപിൽ എന്ന അർത്ഥമാണ് അമാമ അവിടെ നൽകുന്നത്. അതായത് അമാമയ്ക്ക് തൊട്ട് മുൻപിലായി ഫി എന്ന ഒരു അക്ഷരം ഉള്ള അതേ അർത്ഥമാണ് നൽകുന്നത്. എന്നാൽ അവിടെ ഫി നമുക്ക് കാണാനും സാധിക്കില്ല. അമാമൽ മിസ്ബാഹി, വിളക്കിൻ്റെ മുൻപിൽ എന്ന് പറയുമ്പോൾ വിളക്കിൻ്റെ മുൻപിലുള്ള ആ ഒരു സ്പേസ്, ആ ഒരു സ്ഥലത്തെയാണ് അമാമ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമാമ എന്നത് ഒരു ലർഫു മക്കാനാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. അമാമക്കു പകരമായി വറാ, ഷിമാൽ, ജുനൂബ് ഇവയെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി ഈ ഉദാഹരണത്തിൻ്റെ കൂടെ തന്നെ ഞാൻ വിളക്കിന് മുൻപിൽ ഇരുന്നു, രാത്രിയിൽ ഇരുന്നു എന്നുകൂടെ ചേർക്കണം എന്ന് വിചാരിക്കാം. അപ്പോൾ എങ്ങനെയാണ് പറയാം? ജലസ്തു അമാമൽ മിസ്ബാഹി ലൈലൻ. അവിടെ ഫി ലൈലിൻ എന്ന് പറഞ്ഞാലും ശരി തന്നെയാണ്. പക്ഷേ ഫി എന്നത് അവിടെ ഒഴിവാക്കിയിട്ട് ഫി എന്ന ആശയം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ലൈലിനെ നെസ്ബായിട്ട് അവിടെ എഴുതി ലൈലൻ. ഇവിടെ ലൈലൻ എന്ന പദവും മഫ്ഊൽ ഫീഹിയാണ്. ലൈലൻ എന്ന പദം സമയത്തെ അറിയിക്കുന്ന ലർഫാണ് എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കുക. ഒരു ഉദാഹരണം കൂടെ നമുക്ക് പരിശോധിക്കാം. സിർത്തു ഫൗക്കൽ കൻതറത്തി, ഞാൻ പാലത്തിന് മുകളിൽ നടന്നു. ഇവിടെ ഫൗക്ക എന്ന പദത്തെ പരിശോധിച്ചാൽ മുകളിൽ എന്ന അർത്ഥം നമ്മൾക്ക് ലഭിക്കും. അവിടെ ഫി എന്ന ഒരക്ഷരത്തിൻ്റെ ആശയം ഉൾക്കൊള്ളുന്നുണ്ട്. പാലത്തിൻ്റെ മുകളിൽ ഞാൻ സഞ്ചരിച്ചു. അതുപോലെ തന്നെ ഫൗക്ക എന്ന പദം ഒരു സ്ഥലത്തെയാണ് സൂചിപ്പിക്കുന്നത്. പാലത്തിൻ്റെ മുകളിൽ ഉള്ള ആ സ്ഥലം, അതിനെയാണ് ഫൗക്ക കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനാൽ തന്നെ ഫൗക്ക ഇവിടെ മഫ്ഊൽ ഫീഹിയായി നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഉദാഹരണത്തിൻ്റെ കൂടെ നമ്മൾക്ക് ചെറിയ ഒരു പദം കൂടെ ചേർത്ത് നോക്കാം. പാലത്തിന് മുകളിൽ 1 മണിക്കൂർ നേരം ഞാൻ നടന്നു. അപ്പോൾ ഇങ്ങനെ പറയാം, സിർത്തു ഫൗക്കൽ കൻതറത്തി സാഅത്തൻ. ശരിക്ക് ഫി സാഅത്തിൻ എന്നാണ് വേണ്ടത്. അതിനു പകരമായി ഫി എന്ന ആശയം ഉൾക്കൊള്ളിച്ചുകൊണ്ട് സാഅത്തൻ എന്ന് നൽകുകയാണ് ഉണ്ടായത്. അതായത് സാഅത്തൻ എന്ന പദം ലർഫു സമാൻ ആണ് അഥവാ മഫ്ഊൽ ഫീഹി ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു പദത്തെ മഫ്ഊൽ ഫീഹിയായി പരിഗണിക്കണമെങ്കിൽ ഒന്നുകിൽ അത് ലർഫു സമാൻ അഥവാ കാലത്തെ സൂചിപ്പിക്കുന്ന നാമമോ അല്ലെങ്കിൽ ലർഫുൽ മക്കാൻ സ്ഥലത്തെ സൂചിപ്പിക്കുന്ന നാമമോ ആയിരിക്കണം. ഇവിടെ നാം പ്രത്യേകം മനസ്സിലാക്കേണ്ട ചില വസ്തുതകളുണ്ട്. കാലത്തെ സൂചിപ്പിക്കുന്ന എല്ലാ ഇസ്മുകളെയും ലർഫായി നമുക്ക് പരിഗണിക്കാം. ഉദാഹരണമായി ഷെഹ്റൻ, സാഅത്തൻ, യൗമൻ, ഉസ്ബുഅൻ, സനത്തൻ ഇവയെല്ലാം കാലങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. ഇവയെല്ലാം മഫ്ഊൽ ഫീഹിയായി നമ്മൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. എന്നാൽ സ്ഥലങ്ങളുടെ ഇസ്മുകളിൽ നിന്ന് 2 ഇനം മാത്രമേ ലർഫായി പരിഗണിക്കാൻ സാധിക്കുകയുള്ളൂ. ഒന്ന് അവ്യക്തമായ പദങ്ങൾ. ഉദാഹരണമായി അമാമ, വറാ, ഷിമാൽ, ജുനൂബ് എന്നിങ്ങനെ. അതായത് ഇവ സ്വന്തമായി പറയുമ്പോൾ കൃത്യമായ ഒരു അർത്ഥം ലഭിക്കുകയില്ല. എന്നാൽ മറ്റൊരു പദത്തോട് ചേർത്ത് പറയുമ്പോൾ കൃത്യമാവുകയും ചെയ്യും. നാം നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ ജലസ്തു അമാമൽ മിസ്ബാഹി, ഇവിടെ അമാമ എന്ന് മാത്രം പറയുകയാണെങ്കിൽ ഞാൻ മുൻപിൽ ഇരുന്നു, ഏതിൻ്റെ മുൻപിൽ എന്ന ഒരു ക്ലാരിറ്റി കുറവ് അവിടെ ഉണ്ട്. എന്നാൽ അമാമൽ മിസ്ബാഹി എന്ന് പറയുമ്പോൾ വിളക്കിൻ്റെ മുൻപിൽ, അപ്പോൾ എന്തിൻ്റെ മുൻപിലാണ് എന്നത് വ്യക്തമാവുകയും ചെയ്തു. ഇങ്ങനെ സ്വന്തമായി പറയുമ്പോൾ അവ്യക്തതയുള്ള പദങ്ങളാണ് ലർഫായി ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ ഇനം നേരത്തെ ഉപയോഗിച്ച ഫെയിലിൽ നിന്ന് തന്നെ ഉണ്ടായ ഇസ്മു മക്കാൻ മഫ്ഊൽ ഫീഹിയായി വരുന്നു. ഉദാഹരണം പറയാം. ഖഅദ്തു മഖഅദൽ ഉസ്താദി,
ഞാൻ ഇരുന്നു. മഖഅദൽ ഉസ്താദി, ഉസ്താദിൻ്റെ ഇരിപ്പിടത്തിൽ. ഇവിടെ മഖഅദ് എന്ന പദത്തെ പരിശോധിച്ചാൽ അത് വന്നിട്ടുള്ളത് ഖഅദ എന്ന ഫിഅലിൻ്റെ ഇസ്മു മക്കാനായിട്ടാണ്. ഇസ്മു മക്കാൻ എന്നാൽ ഖഅദ ഇരുന്നു, ഇരിക്കുന്ന സ്ഥലം, മഖഅദ് അതായത് ഇരിപ്പിടം. നാം ഉപയോഗിച്ച ഫിഅൽ ഏതാണോ ആ ഫിഅലിൻ്റെ തന്നെ ഇസ്മു മക്കാൻ ആയിരിക്കും മഫ്ഊൽ ഫീഹിയായി വരുന്നത്. ഈ രണ്ട് ഇനമല്ലാതെ ലർഫ് മക്കാനായി അഥവാ അൽ മഫ്ഊൽ ഫീഹിയായി നമുക്ക് ഉപയോഗിക്കാൻ സാധ്യമല്ല. ഉദാഹരണമായി, ഞാൻ പൂന്തോട്ടത്തിൽ ഇരുന്നു. ഇവിടെ പൂന്തോട്ടം എന്നത് ഒരു ഇസ്മു മക്കാനാണ്. പക്ഷേ ഒരിക്കലും നമുക്ക് ആ ഒരു വാചകത്തെ ജലസ്തു ഹദീഖത്തൻ എന്ന് പറയാൻ പാടില്ല. മറിച്ച് ജലസ്തു ഫി ഹദീഖത്തിൻ എന്ന് തന്നെ പറയണം. കാരണം പൂന്തോട്ടം എന്ന പദം അവ്യക്തതയില്ലാത്ത മറ്റൊരു പദത്തോട് ചേരാതെ തന്നെ പൂർണ്ണമായ ആശയം നൽകുന്ന പദമാണ്. അതുകൊണ്ട് തന്നെ അതിനെ അൽ മഫ്ഊൽ ഫീഹിയായി അഥവാ ലർഫുൽ മക്കാനായി പരിഗണിക്കാൻ സാധ്യമല്ല. ഇതോടുകൂടി മഫാഇൽ എന്ന ഭാഗം അവസാനിക്കുകയാണ്. ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു, മഫ്ഊലുകൾ 5 തരമാണ്. 1 അൽ മഫ്ഊൽ ബിഹി, 2 അൽ മഫ്ഊൽ മുത്ലഖ്, 3 അൽ മഫ്ഊൽ ലി അജ്ലിഹി, 4 അൽ മഫ്ഊൽ മഅഹു, 5 അൽ മഫ്ഊൽ ഫീഹി.